നമുക്ക് ഭജന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. ഓ കറക്റ്റ്. സ്വതന്ത്ര കർത്താവദാസിനെ ശുശ്രൂഷ. അതിപരിശുദ്ധ നാമത്തിൽ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു നല്ല ശനിയാഴ്ച ദിവസം പ്രഭാതകാലം നമുക്ക് ഇന്ത്യയിലും ഇസ്രായേലിലും സന്ധ്യാസമയം ഇന്ത്യയിലും പ്രഭാതകാലം അമേരിക്കയിലും പിന്നെ മധ്യാഹ്നം കഴിഞ്ഞ് ഇസ്രായേലിലും അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആഴ്ചവട്ടത്തിന്റെ അവസാനം വരെയും ദൈവമായ യഹോവയുടെ കണ്ണ് നമ്മുടെ മേലിരുന്ന് നമ്മളെ നടത്തി. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന പ്രസംഗമല്ല, ഒരു ബൈബിൾ ക്ലാസ് മാതിരി ആണ് എടുക്കാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കോടതിയിലെ വക്കീലന്മാർ തമ്മിൽ വാദിക്കും പ്രതിക്കും വേണ്ടി വാദിച്ചു കഴിഞ്ഞിട്ട് ഈ ജഡ്ജി അതിനൊരു തീരുമാനം എടുക്കും, അല്ലെ, ഒരു തീർപ്പ് കൽപ്പിക്കും. അതിനാണ് നമ്മൾ പറയുന്നത് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ വിധി ഇല്ലെന്ന് നമ്മൾ പറയുന്നത്, അല്ലേ. ഒരു കുറ്റവാളി ചെയ്ത തെറ്റിന്റെ ഗ്രേഡ് അനുസരിച്ചും രാജ്യത്തിന്റെ നിയമവും അനുസരിച്ചായിരിക്കും ജഡ്ജി അത് ജഡ്ജ്മെന്റ് വിധിക്കുക, അല്ലേ. ആദ്യം ജഡ്ജ്മെന്റ് വിധിക്കുന്നതിന് മുൻപ്, വിധിക്കുന്നതിന് മുൻപ് തന്നെ താൻ ചെയ്ത കുറ്റം എന്താണെന്ന് ആ പ്രതിയെ വായിച്ച് കേൾപ്പിക്കും. അതിനുശേഷം ആ കുറ്റത്തിനുള്ള ശിക്ഷ എന്താണെന്ന് പിന്നീട് വായിച്ചു കേൾപ്പിക്കും, അല്ലേ. ഈ ജഡ്ജ്മെന്റ് ഒരിക്കലും പ്രതിക്ക് അനുകൂലമായിരിക്കയില്ല, കുറ്റവാളിക്ക് പ്രതികൂലമായിരിക്കും. ശിക്ഷ ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന് സമാനമായ ഒരു വാക്യം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്, അല്ലേ. പ്രവചനത്തിലാണോ? അല്ല, കൊലോസ്യ ലേഖനത്തിലാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പൗലോസ് 1-ാം പ്രാവശ്യം റോമൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ 4 ലേഖനങ്ങൾ എഴുതിയ 2-ാമത്തെ ലേഖനമാണ് കൊലോസ്യ ലേഖനം. മറ്റ് 3 ലേഖനങ്ങളാണ് എഫേസ്യർ, ഫിലിപ്പർ, ഫിലമോൻ എന്നുള്ള ലേഖനങ്ങളൊക്കെ. അത് 4 മധ്യസഭകളാണ്. എഫേസ്യ ലേഖനത്തിൽ സഭ ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്നത് പോലെ കൊലോസ്യ ലേഖനത്തിലെ സഭ ക്രിസ്തുവിന്റെ തല ആയിരിക്കുന്നുണ്ട്, അല്ലേ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കൊലോസ്യ ലേഖനം കൊലോസ്യ സഭയ്ക്ക് വേണ്ടി മാത്രം എഴുതിയതല്ല. അത് കൊലോസ്യ ലേഖനം നമുക്ക് 4:16 വായിച്ചേ. നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്ക സഭയിൽ കൂടെ വായിപ്പിക്കുകയും ലവോദിക്കയിൽ നിന്ന് ഉള്ളത് നിങ്ങൾ വായിക്കുകയും ചെയ്യുവേൻ. ലവോദിക്ക സഭയ്ക്ക് പൗലോസ് ഒരു ലേഖനം എഴുതിയായിട്ട് നമുക്ക് എങ്ങും കാണാൻ കഴിയുന്നില്ല. ഉണ്ടോ? അപ്പോസ്തലനായ പൗലോസ് ലവോദിക്കയ്ക്ക് എഴുതിയ ലേഖനം എങ്ങും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത് എഫേസ്യ ലേഖനമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാല് തല ഇവിടെയും ശരീരം അവിടെയും രണ്ടും കൂടെ ഒന്നിച്ച് പറയണം. രണ്ടുപേരും വായിച്ചു വെക്കത്തുള്ളൂ. ഇത് മനസ്സിലായോ? ഇതുപോലെ തന്നെ ഈ ലേഖനങ്ങളൊക്കെയും സർക്കുലർ ലേഖനങ്ങളായിരുന്നു. ഒരു സഭയിൽ നിന്ന് വായിച്ചിട്ട് അടുത്ത സഭയ്ക്ക് കൊടുക്കുക, അവരത് വായിച്ചിട്ട് അവിടെ ഉള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇവിടെ ഉള്ളത് അങ്ങനെ സർക്കുലേഷൻ ചെയ്ത് കൊണ്ടുവരുന്നില്ല. സർക്കുലേഷൻ അല്ലേ എങ്ങനെ നമ്മൾ പറയുന്ന ഒരു വാക്യം ഉണ്ടല്ലോ, എനിക്കറിയാൻ വയ്യേ. ലവോദിക്ക സഭയ്ക്ക് എഴുതിയ ലേഖനം പൗലോസ് എഴുതിയതായിട്ട് കാണുന്നത്. എന്നാൽ ഈ ലേഖനങ്ങളൊക്കെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അവർ സഭകളിലെ വായിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്തു. സർക്കുലേഷൻ ലേഖനം സത്യത്തില് നമ്മൾ ഭാഗ്യമുള്ളവരല്ലേ. നമ്മൾ ഭാഗ്യമുള്ളവരാ. കാരണം ഈ ലേഖനം എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് കിട്ടി, അല്ലേ. അതുകൊണ്ടത് നമ്മളൊക്കെ ഈ സർക്കുലേഷൻ ലേഖനം ഒന്നും പിടിക്കാൻ അല്ലേ, ഒരു മഹാഭാഗ്യമാണ്. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പൗലോസ് ലേഖനം എഴുതുമ്പോൾ നോസ്റ്റിക് എന്ന് പറയുന്ന തത്വജ്ഞാനം അത് സഭയില് കടന്നുകൂടി, സഭകളിലൊക്കെയും കടന്നുകൂടി. അതാണ് പറഞ്ഞത് ഇത് ഇവിടുന്ന് കൊടുത്തിട്ട് ഇവിടെയൊക്കെ വായിക്കണമെന്ന്. കാരണം ഉണ്ട് അറിയാം, ഈ നോസ്റ്റിക് എന്ന വാക്ക് അതൊരു ഗ്രീക്ക് വാക്കാണ്. അതിന്റെ സത്യത്തിൽ അതിന്റെ മലയാള അർത്ഥം എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. നോസ്റ്റിക് എന്നത് മലയാള അർത്ഥം
തത്വജ്ഞാനികളൊന്നായിരിക്കാം, അല്ലെങ്കിൽ തത്വജ്ഞാനം ഒന്നായിരിക്കാം. എനിക്കറിയാം, ഞാൻ ഡിക്ഷണറി നോക്കില്ല, കാര്യം മലയാളം ഇംഗ്ലീഷ് നോക്കിയില്ല, നോക്കേണ്ടതായിരുന്നു അല്ലേ. ഈ നോസ്റ്റിക് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ് കളക്ഷൻ ഓഫ് ഡിഫറെന്റ് റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ ഐഡിയാസ് and systems that fully developed by the mid-2nd century among sect of early Christianity and other faith. അല്ലെ, മറ്റു പല മതങ്ങളിൽ നിന്നും മറ്റു പല ഫിലോസഫി തത്വജ്ഞാനത്തിൽ നിന്ന് കരുതിയിട്ടുള്ള ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് അത് കൊണ്ടുവന്നിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ തിരസ്കരിക്കുന്ന അല്ലെങ്കിൽ നിന്ദിക്കുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം ദൈവസഭകളിൽ അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നു അല്ലേ. ചിലർക്ക് ചില വാക്ചാതുര്യമുണ്ട്, അതുകൊണ്ട് ചിലർ അതിൽ പെട്ടുപോകാറുണ്ട് അല്ലേ. ഇന്ന് സത്യം എന്താണെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നു അല്ലേ. മനുഷ്യരുടെ മേലെ നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും ഒക്കെ സ്വാധീനമുണ്ടെന്നും അത് ഈ അജിതേന്ദ്ര എന്താണ് പറയുന്നത്, ജ്ഞാനമുള്ളവർക്ക് മാത്രം അവരുടെ അടുത്ത് പോയെങ്കിൽ മാത്രമേ അതൊക്കെ ശരിയാകത്തുള്ളൂ അല്ലേ. അതിന് ആൾക്കാർക്ക് ഈ പ്രശ്നം വെക്കാനും മറ്റു അതിനൊക്കെ നടക്കുന്നുണ്ട്. സ്വയം അവരുടെ അടുത്ത് പോയെങ്കിലേ കാര്യം ശരിയാകത്തുള്ളൂ, അവരുടെ അടുത്ത് പോയെങ്കിലേ ശരിയാകത്തുള്ളൂ എന്നൊക്കെ അവർ പറയുന്നുണ്ടല്ലേ. അങ്ങനെയാണ് ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഒരു കാര്യം ഉടലെടുത്തത്. കാരണം അവിവാഹിതരായി ജീവിക്കുന്നവർക്ക് ഏതാണ്ട് വലിയ പ്രത്യേകതയുണ്ടെന്ന് അവരങ്ങ് അങ്ങ് പറയുന്നു അല്ലേ. നമ്മുടെ ക്രിസ്ത്യാനിയുടെ ഇടയിലും അങ്ങനെ, അയ്യോ അത് കല്യാണമൊന്നും കഴിച്ചല്ല കേട്ടോ, പരിശുദ്ധനാ. ക്രിസ്ത്യ ജീവിതം പറയുന്നത് അങ്ങനെയല്ല. വിവാഹം കഴിക്കണം, പക്ഷെ വിവാഹം എല്ലാവർക്കും മാന്യമാണെന്നാ. വിവാഹം കഴിക്കാത്ത മാന്യനല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നേ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലേ. അവിടെയാണ് ഈ ബ്രഹ്മചാരി അടുത്തൊക്കെ നമ്മൾ പോകേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. വിശുദ്ധ തിരുവഴുത്തിലെ അപ്പൊ അതാണ്, അങ്ങനെയാണ് നമ്മൾ ഈ പുണ്യവാളന്മാര് സഹരക്ഷക, യേശു ക്രിസ്തുവിൽ കൂടി മാത്രമല്ല സഹരക്ഷക. വന്നിരിക്കുക നോസ്റ്റിക് സിദ്ധാന്തമാണ്. സഹരക്ഷ യേശു ക്രിസ്തു മാത്രമല്ല, നമുക്കൊരു സഹരക്ഷയുണ്ട്, അല്ലെ പുണ്യവാളന്മാരുണ്ട്, അവരോട് പ്രാർത്ഥിക്കണം, അല്ലെ അവിടെ നമ്മൾ നേർച്ച കഴിക്കണം. ഇതൊക്കെ നോസ്റ്റിക് സിസ്റ്റമാണ്. ക്രിസ്ത്യാനിയുടെ നമ്മുടെ ഇടയിലുണ്ട് ഈ സത്യങ്ങളൊക്കെ, വേറെ രീതിയിലാണെന്നേ ഉള്ളൂ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അല്ലേ. ചില പ്രത്യേക ദിവസങ്ങളിൽ പ്രത്യേക സമയങ്ങളിൽ നോയമ്പൊക്കെ നോക്കാൻ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം കാണാൻ പാടില്ല. അപ്പുറം ഇപ്പുറമൊക്കെ ഭയങ്കര വലിയ പാപമായിട്ട് അവർ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയല്ല, എപ്പോഴും ഭാര്യമാരും ഭർത്താക്കന്മാരും തമ്മിൽ ചേർന്നിരിക്കണമെന്നാണ് പറയുന്നത്. ചേർന്നിരിക്കണം പറയുമ്പോ അങ്ങനെ ചിന്തിക്കണ്ട. അവരെപ്പോഴും ഒരു ശരീരമാണ്. ഒരു ശരീരം ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഗിച്ചു വെക്കാൻ പാടില്ല. അവർ ഒരു ശരീരമാണ്. ദൈവത്തിന് പ്രാർത്ഥനയ്ക്ക് ഒരവസരം ഉണ്ടാകേണ്ടതിന് പരസ്പര സമ്മതത്തോടുകൂടി അല്ലാതെ തമ്മിൽ വേർതിരിഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന സമയത്തല്ലാതെ അതിനൊരു അവസരം ഉണ്ടാകാൻ വേണ്ടി മാത്രം പിരിഞ്ഞിരിക്കണമെന്നാണ്. പക്ഷെ ഇതൊക്കെയും ഈ നോസ്റ്റിക് സിസ്റ്റത്തിന് എതിരാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നില്ലേ. ഈ നോയമ്പി കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ മെത്രാപ്പോലീത്തയുടെ എഴുത്തുണ്ടെങ്കിൽ കല്യാണം കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. മെത്രാപ്പോലീത്തയുടെ എഴുത്തില്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന പാപം. ഇതെന്തൊക്കെ ഇതൊക്കെയാണ് നമ്മൾ അതിച്ചത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് കൊലോസ്യ ലേഖനം ക്രിസ്തുവിനും ക്രിസ്തീയ സഭയ്ക്കും ക്രിസ്തീയ വിശ്വാസികൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമാണ് കൊലോസ്യ ലേഖനം. ന്യായപ്രമാണത്തിന്റെ നിയമങ്ങൾ നമുക്ക് എതിരായി തീർന്നുമ്പോൾ ന്യായപ്രമാണത്താൽ സകല മനുഷ്യരും നമുക്ക് എതിരായിരുന്നു. ന്യായപ്രമാണത്താൽ സകല മനുഷ്യരും ശപിക്കപ്പെട്ടവരായിരുന്നു. ശാപത്തെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 4-ാം അധ്യായത്തിൽ പാമ്പ് ശപിക്കപ്പെട്ടിരിക്കുന്നു, സാത്താൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്ന് ശാപം ആരംഭിച്ചു. രണ്ടാമതായിട്ട് ശപിച്ചിരിക്കുന്ന ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം. ഈ ശപിക്കപ്പെട്ട ഭൂമിയിലാണ് നാം ഇന്നും ജീവിക്കുന്നത്. അറിയാമോ? ഇവിടുത്തെ ഭക്ഷണം കഴിച്ച്, ഇവിടുത്തെ ഈ വെള്ളം കുടിച്ച്, ഇവിടുത്തെ ആഹാരം കഴിച്ച്, ഇവിടുത്തെ വെയിലുണ്ട്, ഇവിടുത്തെ മഴ കഴിഞ്ഞ് അതാ നമുക്ക് രോഗങ്ങൾ വരുന്നത്. മനസ്സിലായില്ലേ? നമ്മള് ചിലപോലെ വിശുദ്ധന്മാർക്ക് എന്താ ഇങ്ങനെ രോഗം വന്ന, അല്ലെങ്കിൽ പൊതുവാർക്ക് പാസ്തർക്കെന്ന രോഗം വന്നത് നമ്മൾ ഇവിടുത്തെ ആഹാരം കഴിച്ച, ഇവിടുത്തെ വിഷം അടിച്ച് കഴിക്കുക, നമ്മളും കഴിക്കുക. നമുക്ക് പ്രത്യേകതയൊന്നുമില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അല്ലേ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നത്. പാപത്തിന്റെ ഫലമാണ് ശാപം. ദൈവത്തിന് ന്യായപ്രമാണം അറിയാത്തവൻ ശപിക്കപ്പെട്ടവെന്ന് പരീശന്മാര് പറയുമ്പോൾ വേറൊരു ഭാഗത്ത് നിന്ന് വേറൊരു പരീശൻ വിളിച്ചു പറയുന്നു, ന്യായപ്രമാണത്താൽ നീതി ലഭിക്കുന്നില്ല.
ഒരു ഭാഗത്തല്ലേ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 49-ാം വാക്യത്തിൽ പരീശന്മാരിൽ നിന്ന് പറയുന്നു, ന്യായപ്രമാണം അറിയാത്തവർ ശപിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് വേറൊരു വിളിച്ച് പറയാ, രണ്ട് പരീശൻ വിളിച്ച് പറയാ, ന്യായപ്രമാണത്താല് നീതി അസാധ്യമാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് മറ്റൊരു പരീശൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമായി അറിയാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ ആവർത്തന പുസ്തകം പോലെ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ അനുസരിക്കാത്തവനെനിക്ക് ശപിക്കപ്പെട്ടവനെന്ന് മോശ എഴുതിയിരിക്കുമ്പോൾ ന്യായപ്രമാണം മുഴുവനായി അനുസരിച്ച് നടക്കാൻ ഒരു മനുഷ്യനും കഴിയുകയില്ലെന്ന് യാക്കോബ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു. യാക്കോബിന്റെ ലേഖനം എടുത്തൊന്ന് വായിക്കുക, 2-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. എന്തുകൊണ്ടാണ് ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ട് ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കുല ചെയ്യരുതെന്നും കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കുല ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തീർന്നു. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും കരുണ കാണിക്കാത്തവനെ കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകുകയും കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ കുഴപ്പം അതാണ്. എല്ലാം ഒരുപോലെ ആചരിച്ചുകൊണ്ടിരിക്കും. അതിലേതെങ്കിലും ഒന്ന് തെറ്റിയാൽ അവിടം വരെയുള്ള എല്ലാം പോയി. ഈ ചില കാര്യങ്ങൾ ഈ ചീട്ട് കൊട്ടാരം കളിക്കുന്ന മാതിരി ഒന്നുകൂടി ചീട്ട് അതിനകത്ത് പറയും, ഷഡ്ഷേടുള്ള എല്ലാം കൂടെ മറിഞ്ഞു പോകുന്ന മാതിരി. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഈ ആയുർവേദ വൈദ്യന്മാർ ചില മരുന്നൊക്കെ കൊടുക്കുക, ക്ഷീരബലമൊക്കെ കൊടുക്കുക, അത് 101 ആവർത്തി കഴിക്കണമെന്നാണ്. 99 വരെ വളരെ ശരിയായിട്ട് ആചരിച്ച് 100ാമത്തെ ആവർത്തി ചെയ്തില്ലെങ്കിൽ ഈ 1 മുതൽ 99 100 വരെയുള്ളതും പോയി പിന്നെ 1 തുടങ്ങണമെന്നാണ്. എന്റെ അനുഭവത്തിൽ കൂടെ ഒരു കാര്യം പറയാം, ഞാൻ അനുഭവിച്ച ഒരു കാര്യം പറയാം. പണ്ടൊക്കെ TB പേഷ്യന്റിനൊക്കെ നമ്മൾ 90 ഇഞ്ചക്ഷൻ കൊടുക്കുമായിരുന്നു, ഓർമ്മയുണ്ടോ? പിന്നെ TBക്ക് മരുന്ന് കണ്ടുപിടിച്ച് ഡെവലപ്പായിട്ടുണ്ട്. 90 ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ബോംബെയിലായ സമയത്ത് അയാളുടെ സഹോദരി ബോംബെയിലുണ്ടായിരുന്നു. അപ്പോൾ അവർ ആങ്ങളെ കൊണ്ടുവന്ന് ഇതുപോലെ ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നപ്പോൾ TB മാസ്റ്റർ എന്ന് പറഞ്ഞ് ബോംബെയിലെ ഒരു ഹോസ്പിറ്റലിൽ അല്ലെ, ബോംബെയിലെ KM ഹോസ്പിറ്റലിൽ TB മാസ്റ്റർ എന്നാണ് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് 90 ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇഞ്ചക്ഷൻ കൊടുത്ത് പിന്നെ ഇയാളെ ഇന്ന് ഇഞ്ചക്ഷൻ കൊടുക്കാനും ഒക്കെ കൊണ്ടുവന്നത് ഞാനായിരുന്നു. ഞങ്ങള് അന്ന് 2ാമത്തെ ഫ്ലോറിൽ 8 ഫ്ലാറ്റ് ഉണ്ട്. അതിൽ 3ാമത്തെ റൈറ്റ് സൈഡിൽ 3ാമത്തെ ഫ്ലാറ്റ്, 4ാമത്തെ ഫ്ലാറ്റ്. ഞങ്ങൾ ഇഞ്ചക്ഷൻ കൊടുത്ത് അപ്പോഴത്തേക്കാണ്ട് 10-75-80 ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന സമയത്ത് ഈ 4ാമത്തെ ഫ്ലാറ്റിൽ ഭയങ്കര കഥ തുറന്നിട്ടിരിക്കുക, ഭയങ്കര പരിപാടി നടക്കുക, കൊച്ചിന്റെ ബർത്ത്ഡേ, നല്ല മദ്യപാനമാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, ആരോടും പറയണ്ട, ഞാനൊന്ന് കയറി ഇച്ചിരി നടിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നിങ്ങളിപ്പോ പറഞ്ഞാൽ കേൾക്കത്തില്ലേ? നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഇഞ്ചക്ഷനില്. പുള്ളി അന്ന് ശരിക്കും മദ്യപിച്ചു. ഞാൻ ആരും പറയുന്നില്ല, കാര്യമൊക്കെ ചെയ്യാം. 90 ഇഞ്ചക്ഷനും കഴിഞ്ഞ് ചെങ്ങന്നൂരാ പുള്ളിയുടെ വീട്. ചെങ്ങന്നൂര് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഈ രോഗം ആവർത്തിച്ചു. ഇഞ്ചക്ഷൻ ചെയ്തിട്ട് മരുന്ന് കൊടുത്തിട്ട് കേൾക്കുന്നില്ല, ആള് തട്ടിപ്പോയി. ചെങ്ങന്നൂർ പൂപ്പള്ളി ഹോസ്പിറ്റലിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അതുപോലെയാണ് ഈ ന്യായപ്രമാണം. ഒന്നിത്തെറ്റിയാല് സകലത്തിലും പോയി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് മനുഷ്യൻ ആചരിക്കാൻ വലിയ പ്രയാസമുള്ള, ഒന്നിത്തെറ്റിയാൽ സകലത്തിൽ. എന്നാൽ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ളതാണ് ന്യായപ്രമാണം. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് നമുക്ക് പ്രയാസമാണ്. ദൈവത്തിന് സ്തോത്രം അല്ലേ? ന്യായപ്രമാണം പ്രവൃത്തിയാണ് ആവശ്യപ്പെടുന്നത്. പ്രവർത്തിച്ച് ജീവിക്കുക എന്ന് ന്യായപ്രമാണം പറയുമ്പോൾ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുക എന്ന കർത്താവ് പറയുന്നത്. ന്യായപ്രമാണം പ്രവർത്തിച്ച് ജീവിക്കുക, വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുക എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് അല്ലെ? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അവിടെയാണ് കണ്ടത്. ഇപ്പുറത്ത് പറയുന്ന ന്യായപ്രമാണം പ്രവർത്തിക്കുക, ഇപ്പുറത്ത് പറയുന്നത് കർത്താവ് പറയുന്നു, എന്നെ അയച്ചവനിൽ വിശ്വസിക്കുക, മറ്റൊന്നും ചെയ്യണ്ടല്ലേ. ദൈവത്തിന്റെ പ്രസാദമുള്ള പ്രവൃത്തി എന്ന് വെച്ചാൽ അവനിൽ അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ മാത്രമേ ന്യായപ്രമാണവും യേശു ക്രിസ്തുവും തമ്മില് ഇങ്ങനെ ആയിരുന്നല്ലേ.
തമ്മിൽ ഭയങ്കര എതിർപ്പായിരുന്നു. അതാണ് അവർ വിളിച്ചു പറഞ്ഞ അവനെ ക്രൂശിക്ക 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 എന്ന്. അവൻ ചെയ്ത തെറ്റെന്ത്? എന്തിനവനെ ക്രൂശിക്കണം? ചോദ്യത്തിന് ഉത്തരമല്ല കൊടുത്തത്. ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് ആർക്കാ ചെയ്ത്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നല്ലേ. നമുക്ക് പ്രതികൂലമായിട്ടുള്ള കയ്യെഴുത്ത് കാൽവരി ക്രൂശിൽ നിന്ന് കർത്താവ് നീക്കിക്കളഞ്ഞു. ഞാൻ വളരെ ചുരുക്കിയ സമയം അല്ലേ, നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തന്നെ ക്രൂശിച്ച് കടന്നപ്പോൾ സമയത്ത് 6 മണി മുതൽ 9 മണി നേരം വരെ ദേശത്തൊക്കെയും വലിയ ഇരുട്ട് ഉണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നു അല്ലേ. അത് 3 ലേഖനങ്ങളിലും ഒരുപോലെ 3 സുവിശേഷങ്ങളുണ്ട്. മത്തായിലും മർക്കോസിലും ലൂക്കോസിലും ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അതില്ല. ഞാൻ പ്രത്യേകം നോക്കിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഈ 3 മണിക്കൂർ സമയം, അതായത് 6 മണി മുതൽ 9 മണി വരെ എന്നുള്ള നട്ടുച്ച മുതൽ 3 മണി സന്ധ്യാ 3 മണിക്കൂർ ദേശത്ത് വലിയ ഇരുട്ടുണ്ടായി അല്ലെ. യേശുക്രിസ്തുവിനെ ഗത്സമനയിൽ നിന്ന് പിടിച്ച് അദ്ദേഹത്തെ പിടിച്ച് ബന്ധനസ്ഥനാക്കുന്നു. കയ്യാഫാവിന്റെ അരമനയിലും, അത് കഴിഞ്ഞ് പീലാത്തോസിന്റെ അരമനയിലും, അത് കഴിഞ്ഞ് തന്നെ ക്രൂശിക്കുന്ന വിധിക്കുന്നതിനും ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്നതിനും കുറേനക്കാരായ ശിമോൻ തന്റെ കുരിശ് കൊണ്ടുപോകുന്നതും അവനെ ക്രൂശിക്കുന്നതും അവന്റെ വസ്ത്രം പകുത്തെടുക്കുന്നതും എല്ലാ കാര്യങ്ങളും സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഈ 3 മണിക്കൂർ ദേശത്തൊക്കെയും വലിയ ഇരുട്ടായ സംഭവം എന്താണെന്ന് എങ്ങും എഴുതിയിട്ടില്ല. ചിന്തിച്ചിട്ടുണ്ടോ? മഹാസംഭവമാണ് അവിടെ നടന്നത്. സുവിശേഷങ്ങളിലെങ്ങും അത് എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരും അതേക്കുറിച്ച് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. ആരും അതേക്കുറിച്ച് ലേഖനം എഴുതി ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ ഇരുട്ടിൽ എന്താണ് സംഭവിച്ചത്? 3 മണിക്കൂർ നേരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്ന് വായിച്ചു നോക്കിയാൽ മത്തായിയുടെ എല്ലാ സുവിശേഷങ്ങളും ഉണ്ടെങ്കിലും 3 സുവിശേഷങ്ങളും മത്തായിയുടെ സുവിശേഷം 27 45 വാക്യം ഒന്ന് വായിച്ചേ. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെ എല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്തെ യേശു ലേലി ഏലി ലംബ ശബത്താനി എന്ന് ഉറക്ക നിലവിളിച്ചു. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. ഈ ഇരുട്ട് കഴിഞ്ഞപ്പോഴാണ് യേശു നിലവിളിച്ചെന്ന്, എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത്. വേറൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് എന്നെ നിലവിളിച്ചതിന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തുന്ന. ഇനി അതിന്റെ 50-51 വായിച്ചു നോക്കി. മത്തായിയുടെ സുവിശേഷം 27:50. യേശു പിന്നെയും ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു. യേശു പ്രാണനെ വിട്ടു കഴിഞ്ഞപ്പോൾ ദേവാലയത്തിലെ തിരശീല വലിയ സംഭവം. അടുക്കരുത്, ഇങ്ങോട്ട് അടുക്കരുത്, മാറി നിന്നോ എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് ആ കർട്ടനിട്ട തിരശ്ശീലയിട്ട് വേർതിരിപ്പിച്ച സ്ഥാനത്തേക്ക് കടന്നു വാ, ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് കടന്നു പോരെ, കൃപാസനത്തിലേക്ക് വന്നു പോരെ. നമ്മൾ പാടാറുണ്ട് അതിധൈര്യമായ കൃപാസനത്തിൽ അദ്ദേഹത്തെ ചെന്ന് സ്തുതി ചെയ്യുവനമേ അല്ലെ. ധൈര്യമായി കൃപാസനത്തിൽ എബ്രായ ലേഖനത്തിൽ അത് വളരെ വ്യക്തം. ഞാൻ പ്രസംഗിക്കാൻ പോയ സമയം പോകുന്നു. അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ അടുത്ത് ചെല്ലുക. അതൊന്ന് 2 അത് മുഴുവൻ കാര്യം. ഈ 3 മണിക്കൂർ നടന്ന സംഭവമാണ് ഈ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. അത് പൗലോസിന് വെളിപ്പെട്ടായിരുന്നു. ദൈവത്തിന് ഞാനത് വായിച്ച സമയത്ത് ആ ലേഖനം നമ്മളത് വായിച്ച സമയത്ത് നമുക്കൊരു പ്രത്യേകത തോന്നുന്നില്ലേ? നമുക്കതൊരു പ്രത്യേകത തോന്നുന്നില്ലേ? അത് വായിച്ചപ്പോൾ അതൊരു പ്രത്യേക അനുഭവം നമുക്കുള്ള അനുഭവം തോന്നില്ലേ? ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. അതിക്രമങ്ങളാലും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും അതിക്രമങ്ങൾ ഒക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നമ്മെ സ്വതന്ത്രരാക്കി. ദൈവത്തിന്റെ അന്ധകാരത്തിന്റെ അന്ധകാരത്തിൽ കിടന്ന് അന്ധകാര ശക്തികളുമായിട്ട് കർത്താവ് മൽപ്പിടുത്തം നടക്കുകയായിരുന്നു. അറിയാമോ?
ഈ 3 മണിക്കൂർ സമയം അത് പറയുമ്പോൾ വളരെ അത് നമുക്ക് എന്തായാലും പറയുന്ന ഒരു ഇത് അനുഭവപ്പെടുന്നു എനിക്ക് ഇപ്പോഴും. ദൈവത്തിന് സ്തോത്രം. എന്തിനാ? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. യേശു ഉറക്ക നിലവിളിച്ച് കരഞ്ഞുവെങ്കിലും അവൻ ഉള്ള മനസ്സിൽ സന്തോഷിക്കുന്ന കാരണം ഒരു സന്തതി അവനെ സേവിക്കും. ദൈവസഭ, ദൈവത്തിന് ഒരു സഭയ്ക്ക് വേണ്ടിയാണ് തന്റെ ശരീരത്തെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത മരണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. പാപത്തിന്റെ ശമ്പളം മരണം. ദൈവത്തിന് സ്തോത്രം. താൻ ഇനി ഉണ്ടാകാൻ പോകുന്ന സന്തോഷത്തെ ഓർത്ത് അവൻ ക്രൂശിനെ ലക്ഷ്യമാക്കിയെന്നാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. കർത്താവ് ഉറക്ക നിലവിളിച്ചു എങ്കിലും അവനൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഒരു ദൈവസഭ, ഒരു മണവാട്ടി അല്ലെ എനിക്ക് വേണ്ടി ഒരുങ്ങാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലെ. അതല്ലേ സംഭവിച്ചത്. അടുത്തൊന്ന് വായിച്ചേ അല്ലേ. നടുവിൽ നീക്കഴിഞ്ഞ് അധികാരങ്ങളെയും വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അതാണ് അവരെ പരസ്യമായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഈ 3 മണിക്കൂർ സമയം. അതാണ് പറഞ്ഞത്, പിതാവെ സകലം നിവൃത്തിയായി എന്ന്. അധികാരങ്ങൾക്ക് ആയുധവർഗം വെപ്പിച്ചിരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും ഞാൻ ഒരു സമയത്തെ ഞാൻ കണ്ടായിരുന്നു. ഇവിടെ ശ്രീലങ്കയിലെ ആൾക്കാര് മാലദ്വീപിലെ അക്രമത്തിന് പോയ സമയത്ത് അവരെ പിടിച്ചുകൊണ്ട് വന്ന സമയത്ത് അവരെ തോക്കെല്ലാം വെച്ചിട്ട് തലയിൽ കൈവെക്കാൻ പറഞ്ഞു. ഇങ്ങനെ വരണം. അവര് ആയുധവർഗം വെപ്പിച്ചിട്ട് ഇങ്ങനെ വരണം. ആയുധവർഗം ഇല്ലാതാക്കി. ആയുധമില്ല പിന്നെ എന്ത് ചെയ്യാന്? ശത്രുവിന്റെ ആയുധവർഗത്തെ കർത്താവ് ഇല്ലാതാക്കി നമ്മെ സ്വതന്ത്രരാക്കാൻ വേണ്ടി. സ്വതന്ത്രനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രനാക്കി അതിൽ ഉറച്ചു നിൽക്കുകയും അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് അല്ലെ. നമുക്ക് അന്ധകാരത്തിന്റെ ശക്തികളിൽ നിന്ന്, വാഴ്ചകളിൽ നിന്നും, അധികാരങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ കിട്ടേണ്ടതിന് കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ഒരു വലിയ പോരാട്ടം നടത്തുകയായിരുന്നു ഈ സമയം. ദൈവത്തിന് സ്തോത്രം. അതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എനിക്കറിയാം ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് അല്ലെ. സുവിശേഷങ്ങൾ അങ്ങനെ അല്ലെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്ക് അല്ലെ സ്വന്തമായി ചെയ്യാൻ വയ്യാത്ത ഒരു കാര്യമാണ് കർത്താവ് കാൽവരി ക്രൂശിൽ നിവഹിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് വാഴ്ചകളോടും അധികാരങ്ങളോടും കർത്താവായ യേശു ക്രിസ്തു തനിയെ പോരാടി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദേവാലയത്തിലെ തിരശ്ശീല 2ആയിട്ട് കീറിപ്പോയി. നമുക്ക് വിരോധമായിട്ടുള്ള കയ്യെഴുത്ത് മായിച്ചു, നടുവിൽ നീക്കിക്കളഞ്ഞ് വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി കാഴ്ചയാക്കി അല്ലെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെയാണ് കൃപായുഗത്തിന്റെ ആരംഭം അല്ലെ. അങ്ങനല്ലേ? അതല്ലേ? ഇവിടെയാണ് കൃപായുഗത്തിന്റെ ആരംഭം. എന്താണ് ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള വ്യത്യാസം എന്നറിയാമോ? ഒരിക്കല് ഒരു വിധവയായ ഒരു സ്ത്രീ ഗവൺമെന്റ് റിസർവ് ഫോറസ്റ്റിൽ കയറി വിറക് പറക്കി. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആ സ്ത്രീ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ജഡ്ജിയുടെ മുൻപിൽ കൊണ്ടുവന്നു. ജഡ്ജി ചോദിച്ചു, നീ ഗവൺമെന്റ് റിസർവ് ഫോറസ്റ്റിൽ കയറിയോ? വിറക് പറക്കി വർഷങ്ങൾക്ക് മുമ്പ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് വിറക് പറക്കാൻ നിനക്ക് ഗവൺമെന്റ് ഫോറസ്റ്റിൽ കയറാൻ നിയമമില്ലേ? ഉണ്ട്. എങ്കില് ഒന്ന് 25 രൂപ ഫൈൻ അടയ്ക്കണം, അല്ലെങ്കിൽ 1 മാസം ജയിലിൽ കിടക്കണം. ആ സ്ത്രീ പറഞ്ഞത്, യജമാനനെ, ഞാനൊരു വിധവയായ സ്ത്രീയാണ്, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ആഹാരം പാകം ചെയ്യാൻ വേണ്ടി ഞാൻ റിസർവ് വനത്തിൽ കയറി വിറക് പറക്കിയതാണ്, എന്നോട് ക്ഷമിക്കണം, എന്നെ വിട്ടയക്കണം. നിയമം ഒരിക്കലും മനുഷ്യന് അനുകൂലമല്ല. നിയമം ശിക്ഷ അനുഭവിച്ചേ ഒക്കത്തുള്ളൂ. വിധവയായ സ്ത്രീയോട് പറഞ്ഞ് 25 രൂപ ഫൈൻ അടയ്ക്കണം, അല്ലെ 1 മാസം ജയിലിൽ കിടക്കണം. താൻ എത്ര കേണപേക്ഷിച്ചിട്ടും ന്യായാധിപൻ പറഞ്ഞു, സാധ്യമല്ല, നീ നിയമം ലംഘിച്ചിരിക്കുന്നു, ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു. ഒടുവിൽ ആ നീതിയുള്ള ന്യായാധിപൻ തന്റെ പോക്കറ്റിൽ 25 രൂപ കോടതി മുൻപാകെ വെച്ചിട്ട് പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ ഈ 25 രൂപ കോടതിയിൽ വെച്ച് നിന്നെ ഞാൻ ഇപ്പോൾ വിട്ടയക്കുന്നു. ഇതാണ് കൃപ എന്ന് പറയുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ന്യായപ്രമാണം കരുണയില്ലാത്ത ഒരു യജമാനാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. കൃപ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ ദയയും കരുണയുമുള്ള ഒരു കർത്താവാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കും.